എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദേറിയ ചിക്കൻ മപ്പാസാണ്. അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും നാൻ പൊറോട്ട അങ്ങനെയുള്ള എന്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ സ്വാദേറിയ ഒരു കറിയാണ്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് തേങ്ങാപ്പാലും മല്ലിപ്പൊടിയുമാണ് കൂടുതൽ അളവിൽ ചേർക്കുന്നത്. പച്ച മസാല അരച്ച് മൊരിയിച്ച് അതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ചിക്കൻ മപ്പാസ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു കറിയുടെ സ്വാദ് വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാനോ നല്ലൊരു പാചകം പഠിക്കുന്നതിനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ട് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചിക്കൻ മപ്പാസ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1:200 അളവിലുള്ള ഒരു കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇന്നത്തെ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു കറി 6-7 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. ഇതിനായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. മാരിനേഷൻ ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഇനി 1/4 ടീസ്പൂൺ അളവിൽ കുറച്ചായിട്ട് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മയത്തിലൊന്ന് കുഴച്ച് വെക്കാം. ചിക്കൻ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെച്ചു കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് മറ്റുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് എടുത്തുകൂടെ വെക്കാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള 1:200 അളവുള്ള ഒരു കോഴിക്കുള്ള മസാലയാണ്. 2.5 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവില് പെരിഞ്ജീരകം, ഇതിപ്പോ 2 ടീസ്പൂൺ അളവുണ്ട് കേട്ടോ. അതുപോലെ ഒരു 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇതുപോലൊരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ അളവില് കുരുമുളക്, ഒരു 10-12 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ആണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അതുപോലെ ഒരു തക്കോലും കൂടി എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലെ ആ ഒരു സീഡെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോ 2.5 സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോ ഒരു 3-3.5 സ്പൂൺ അളവിൽ വരെ എടുക്കാവുന്നതാണ്. ഈ ഒരു കറിയുടെ പ്രത്യേകത ഇതിലേക്ക് മല്ലിപ്പൊടിയുടെ അളവാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടതും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ബോൾ വെളുത്തുള്ളിയും ഇതുപോലൊരു കഷ്ണം ഇഞ്ചി 4ആയി പിളർന്നതാണ് കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കണം. അതിനുശേഷം കറി തയ്യാറാക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ മപ്പാസ് തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വെച്ചാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിക്കോളൂട്ടാ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറ്റൽ മുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 4 സവാള ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഒരുപാട് മുരിച്ചൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. സവാള എളുപ്പത്തിൽ വാടി കിട്ടാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള വളരെ എളുപ്പത്തിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടാനായിട്ട് സവാള ഒന്ന് നിരത്തിയതിനു ശേഷം മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. സവാള നല്ലതുപോലെ വാടി വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു ചെറിയ നാളികേരം തിരുമ്മി നമുക്കൊന്ന് പാല് കൂടെ പിഴിഞ്ഞു വെക്കണം. 500 മില്ലി 2ാം പാലും 200 മില്ലി 1ാം പാലും ആണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടെ ചേർക്കാം. നമ്മൾ ഇന്നത്തെ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. ഇനി മൂടി തുറന്നു വെച്ച് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോഴേക്കും സവാള ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. സവാള വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ 2 തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർക്കണം. അങ്ങനെ വഴറ്റുന്ന സവാള നല്ലതുപോലെ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമ്മൾ കാണിച്ച തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. തക്കാളി ചേർത്ത് ഇതുപോലെ ഒന്ന് മേലിൽ നിർത്തിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വഴണ്ട് കിട്ടുന്നതാണ്. 2 മിനിറ്റ് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് തക്കാളിയും സവാളയും കൂടി കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക്
മസാല കൂടെ ചേർക്കാം. മസാലകൾ നല്ലവണ്ണം തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റുന്ന മസാലയിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിലായിട്ട് വേണം ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ ചിക്കൻ വേകുമ്പോഴൊക്കെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ മസാലയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയെല്ലാം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമുക്ക് ചിക്കൻ പീസുകൾ ചേർക്കേണ്ടത്. ചിക്കൻ ചേർക്കുവാണ്. ചിക്കനും കൂടി ചേർത്ത് നല്ലോണം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ചിക്കൻ ചേർത്ത് 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൂടി തുറന്ന് നല്ലതുപോലെ അത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചിക്കൻ പീസുകൾ നല്ലവണ്ണം തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഇതുവരെയും ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്കിതുപോലൊരു നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ നീര് ചേർക്കുവാണ്. ചിക്കൻ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടാനായിട്ടാണ് നമ്മളിപ്പോൾ നാരങ്ങ നീര് ചേർത്തിട്ടുള്ളത്. നാരങ്ങ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കറിയിൽ അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. അതും നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ലിറ്റർ നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2ാം പാലാണ്. നാളികേരപ്പാൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ചാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ കിടന്ന് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള നാളികേരപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നല്ലവണ്ണം തന്നെ പീസുകളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ ഈ എടുത്തിട്ടുള്ള പാത്രം നിറയെ തന്നെ നിൽക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ കറി വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ 2ാം പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ആദ്യ പാലൊന്ന് വറ്റി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളത് കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത്. ഒറ്റയടിക്ക് തന്നെ ഒഴിക്കുവാണെങ്കിൽ അതെല്ലാം തിളച്ച് തൂവാൻ സാധ്യത ഉള്ളത് കൊണ്ടുമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഇത്രയും കൂടെ വലിപ്പമുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ നാളികേരപ്പാലൊക്കെ വറ്റി വരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കഷ്ണങ്ങളെല്ലാം നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ 2ാം പാലിൽ കിടന്ന് വെന്ത് വന്നിട്ടുള്ള ചിക്കൻ ഇതുപോലൊരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1ാം പാലാണ് ചേർക്കേണ്ടത്. ഉരുളക്കിഴങ്ങൊന്നും വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷമാണ് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ മപ്പാസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടുന്നതിനായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കണം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. ഇത് ഫ്രഷ് ക്രീമാണ്. നല്ല കൊഴുത്ത ഗ്രേവിയിലൂടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഫ്രഷ് ക്രീം നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കണം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, മല്ലിയില ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ഇനി വീണ്ടും മൂടിയടച്ച് വെക്കാം. അങ്ങനെ വളരെ സ്വാദേറിയ നല്ലൊരു ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.